വാഴ്ത്തപ്പെട്ട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ എന്ന നല്ല ഇടയനെ അനുസ്മരിക്കുന്ന ഈ പുണ്യദിനത്തിൽ നല്ല ഇടയനായ ഈശോ എങ്ങനെയാണ് തൻ്റെ ഇടയധർമ്മം നിർവഹിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഈശോയുടെ ഇടയധർമ്മത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി, ഈശോ എന്ന ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും വെടിഞ്ഞ് ആടുകൾക്ക് വേണ്ടി ജീവിക്കുന്നു. 2, തൻ്റെ സുരക്ഷിതത്വമല്ല, മറിച്ച് ആടുകളുടെ സുരക്ഷിതത്വമാണ് നോക്കുന്നത്. 3, ഇടയൻ ഓരോ ആടുകളെയും വ്യക്തമായി മനസ്സിലാക്കുന്നു. 4, ഈ ഇടയനെ തന്നെ ഏൽപ്പിച്ച ഒരാട് പോലും നഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല. നഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളവരെ വിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുന്നവനാണ് ഈ ഇടയൻ. 5, നഷ്ടപ്പെട്ടതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ ഇടയനാണ്. ഇങ്ങനെ നല്ല ഇടയനായി ഈശോ നമ്മുടെ മുൻപിൽ വെച്ചു തരുന്ന ചില പാഠങ്ങളുണ്ട്. നാം ഓരോരുത്തരും ഓരോ ഇടയന്മാരാണ്. വൈദികരും സമർപ്പിതരും ഇടവക സമൂഹത്തെ നയിക്കുന്ന ഇടയന്മാരാണ്. സമർപ്പിത ജീവിതത്തിൽ സമർപ്പിത സമൂഹങ്ങളെ നയിക്കുന്നവർ, കുടുംബജീവിതത്തിൽ കുടുംബനാഥനായും കുടുംബനാഥയായും തങ്ങളുടെ മക്കൾക്ക് ഇടയധർമ്മം നിർവഹിക്കുന്നത്. മാത്രമല്ല, അധ്യാപന വൃത്തിയിലോ ഡോക്ടർമാരോ നഴ്സുമാരോ ഇങ്ങനെ ഏതെല്ലാം ജോലികളിൽ നാം വ്യാപൃതരായിട്ടുണ്ടോ അവിടെയെല്ലാം നാം ഇടയന്മാരാണ്. അപരനു വേണ്ടി ആരുമായിക്കൊള്ളട്ടെ ആത്മാർത്ഥമായി സേവിക്കുന്ന, അവർക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കുന്ന, സ്വന്തം ജീവൻ സ്വന്തം സുഖത്തിനോ സ്വാർത്ഥതയ്ക്കോ വ്യാജ ഇടയന്മാരാകാതെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന, ദൈവസ്നേഹം നൽകുന്ന, സ്വന്തമെന്ന പോലെ വർത്തിക്കുന്ന നല്ല ഇടയന്മാരാകാം. ഈ പുണ്യദിനത്തിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെടരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.